നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏതായാലും ഒന്ന് ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, അവന്റെ മരണം. അവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാ. എങ്ങനെയോ അവനെ കണ്ടുപിടിച്ച് തീർത്തിരിക്കും ഞാൻ. നമസ്കാരം സർ. പ്രസാദോ, വരൂ, കയറി വരൂ. പ്ലീസ് ഹാവ് എ സീറ്റ്. എന്തുപറ്റി? സാറിന് വലിയ ടെൻഷനിലാണെന്ന് തോന്നുന്നില്ല. സോറി, എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സഹായിക്കാലെന്ന് ഓർത്തിട്ടാ. ഏയ്, അതൊന്നും വേണ്ടടോ. ഒന്ന് രണ്ട് ജോലിക്കാരുടെ പ്രശ്നം. ഗുഡ് ഫോർ നത്തിങ് ഇഡിയറ്റ്സ്. ശമ്പളം വാങ്ങിക്കും, ജോലി ഒട്ട് ചെയ്യൂല, അത്ര തന്നെ. എന്താ പ്രസാദ് ഇപ്പൊ വന്നത്? പ്രതീക്ഷിച്ചില്ലല്ലോ. അച്ചുമോനെ കൊണ്ടുപോകണമായിരുന്നു. അവധി കഴിഞ്ഞില്ലേ, അവനെ കാണാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ അവിടെ. ഓ യെസ്, എനിക്ക് മനസ്സിലാവും, ഞാൻ വിളിക്കാം. അച്യുത്, അച്യുത്, അച്യുത് മോനെ. അച്ഛാ, അച്ഛൻ ഒരുപാട് നേരമായോ വന്നിട്ട്? ഇപ്പൊ വന്നേ ഉള്ളൂ. അമ്മ എന്താ കൂടെ വന്നില്ലേ? ഇല്ല, നമുക്ക് ചെല്ലുമ്പോ കാണാലോ. മോനെ കാണാൻ അമ്മ കാത്തിരിക്കുക. എങ്കിൽ ഇത്തവണ അങ്കിളിനെയും കൂടി കൊണ്ടുപോയാലോ വീട്ടിലേക്ക്? അതിനെന്താ, മോൻ വിളിക്കേ, അങ്കിള് വരുമോന്നറിയാലോ. വാ അങ്കിൾ, ഇന്നവിടെ താമസിച്ചിട്ട് നാളെ തിരിച്ചു വന്നാ മതിയല്ലോ. വൈ നോട്ട്? ഞാൻ തീർച്ചയായിട്ടും വരാമല്ലോ. ബട്ട് നോട്ട് ടുഡേ അച്യുത്. വേറൊരു ദിവസം ആവട്ടെ, അങ്കിള് തീർച്ചയായിട്ടും വരാം. മോൻ തൽക്കാലം ഇപ്പൊ പോയിട്ട് വാ. ശരി സാർ, ഞങ്ങൾ ഇറങ്ങാം. വാ മോനെ. ശരി, ആയിക്കോട്ടെ. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണയാണ്. ഇവള് എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. അവനെ എനിക്ക് കണ്ടുപിടിക്കണം മണിച്ച. രാധയെ രക്ഷിച്ച് ഫോണിലൂടെ എന്നെ അപമാനിച്ചില്ലേ, അവനെ കണ്ടുപിടിച്ച് നമ്മുടെ ദേശത്തെ ആംശവാള് കൊണ്ട് തന്നെ അവന്റെ കുരുതി ഞാൻ നടത്തിയിരിക്കും, ഉറപ്പാ. ആ ഉറപ്പൊക്കെ നമുക്ക് നടത്താം സാർ. ഇപ്പൊ വേണ്ടത് അമ്മ എങ്ങനെ തിരിച്ചുകൊണ്ടുവരികയാണ്. ഇവിടെ ഇപ്പോ അമ്മയല്ല എന്റെ കൂടെ വേണ്ടത്, അമ്മായിയ. കോട്ടയ്ക്കൽ ശിവശങ്കരി അമ്മായി ആയിരുന്നെങ്കിൽ ഇവിടത്തെ കഥ മാറിയല്ല. വരട്ടെ, നോക്കാം നമുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.